ഹലോ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സീനിയർ സഞ്ചാരി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞാലി മരക്കാർമാരുടെ അതിസാഹസികമായ പോരാട്ട ചരിത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ പടത്തലവന്മാർ ആയിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ. നമുക്ക് കുഞ്ഞാലി മരക്കാന്മാരുടെ ജീവിത ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാപ്പാട് ബീച്ച് സന്ദർശിച്ചു. പോർച്ചുഗീസുകാരനായ വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയ സ്ഥലം കണ്ടു. പോർച്ചുഗീസുകാരോട് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ജീവൻ ഹോമിച്ചവരാണ് കുഞ്ഞാലി മരക്കാന്മാർ. കച്ചവടത്തിന് വേണ്ടി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ പിന്നീട് ആധിപത്യം സ്ഥാപിച്ച ചരിത്രമാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത്. പോർച്ചുഗീസുകാർ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ചതിക്കുഴികളിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ്. അവരെ ധീരമായി നേരിട്ട പ്രതിഭാശാലികളായ സേനാനികൾ. അവരാണ് മരക്കാർ കുടുംബാംഗങ്ങൾ. നമുക്ക് കുഞ്ഞാലി മരക്കാന്മാരുടെ മ്യൂസിയവും കുഞ്ഞാലി മരക്കാരുടെ വാൾ സൂക്ഷിച്ചിട്ടുള്ള ഇരിങ്ങൽ ജുമാ മസ്ജിദും കാണാം. ആദ്യം നമുക്ക് ചരിത്രപ്രസിദ്ധമായ ജുമാ മസ്ജിദിലേക്ക് പോകാം. പോർച്ചുഗീസുകാരുടെ ഉറക്കം കെടുത്തി അവരുടെ പേടി സ്വപ്നമായി തീർന്ന കുഞ്ഞാലിയുടെ ആത്മാവ് കുടികൊള്ളുന്ന പള്ളി ഇരിങ്ങൽ ദേശത്ത് കോട്ടക്കൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാപ്പാട് ബീച്ചിൽ നിന്നും ഞങ്ങൾ 27 കിലോമീറ്റർ സഞ്ചരിച്ച് കുഞ്ഞാലി മരക്കാർ ജുമാ മസ്ജിദിന്റെ കമാനം കടന്ന് പള്ളിക്ക് മുമ്പിൽ എത്തിച്ചേർന്നു. പുരാതനമായ 2 നിലകളോടുകൂടിയ പള്ളിക്കെട്ടിടം ഗാംഭീര്യത്തോടെ ചരിത്ര സ്മരണകൾ ഉണർത്തി നിൽക്കുകയാണ്. പള്ളിയുടെ ഗേറ്റിൽ ഇരുഭാഗത്തും ഉയരം കൂടിയ മീനാരങ്ങൾ കാണാം. വിശാലമായ ഗേറ്റ് കടന്ന് ഞങ്ങൾ പള്ളി കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. എല്ലാ ചരിത്രങ്ങൾക്കും സാക്ഷികളായി സ്മാരകശിലകൾ നിരനിരന്ന് നിൽക്കുന്നു. ഞങ്ങൾ പള്ളിയുടെ പുറകുവശത്തേക്ക് ചെന്നു. ഗംഭീരമായ കൊത്തുപണികളോടുകൂടിയ കെട്ടിടം പൗരാണികത വിളിച്ചോതുന്നു. ഞാൻ പള്ളി ഭാരവാഹികളോട് സംസാരിച്ച് അകത്തേക്കു കയറി. വിശാലമായ അകത്തളം, കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര നിർമ്മിതി. പള്ളിക്കുള്ളിലെ അകത്തളത്തിൽ നിന്നും ഗോവണിപ്പടികൾ കയറി മുകളിലേക്ക് ചെന്നു. നിരയൊത്ത കഴുക്കോലുകൾ ചെന്ന് മോന്തായത്തിൽ കൂടിച്ചേരുന്ന മരക്കൂടോടുകൂടിയ മേൽക്കൂര. ഞങ്ങൾ കുഞ്ഞാലി മരക്കാർ ഉപയോഗിച്ചിരുന്ന ആ വാൾ കണ്ടു. എത്രയെത്ര പോർച്ചുഗീസുകാരെ അരിഞ്ഞു തള്ളിയ വാളാണിത്. നീളം കൂടിയ വാളിന്റെ പിടിയിലെ കമനീയത ഒരു പ്രത്യേകത തന്നെയാണ്. ഞങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നു. മനസ്സിലൂടെ കുഞ്ഞാലിയുടെ ജീവിതകഥ അഫ്രപാളിയിലെ നിഴൽചിത്രം പോലെ തെളിഞ്ഞു വന്നു. കുഞ്ഞാലി എന്നത് ഒരു സ്ഥാനപ്പേരാണ്. പ്രിയപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. സ്ഥാനപ്പേര് നൽകിയത് കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരാണ്. സാമൂതിരി രാജാക്കന്മാരുടെ പടത്തലവന്മാർ ആയിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ. തുർക്കിയിലെ അറബ് വംശക്കാരനായ കുട്യാലി മരക്കാർ കൊച്ചിയിലെത്തി അവിടെ വ്യാപാരം നടത്തുന്നു. ആ വ്യാപാരിയുടെ പുത്രനാണ് മുഹമ്മദ് മരക്കാർ. അദ്ദേഹമാണ് കുഞ്ഞാലി മരക്കാർ ഒന്നാമനായി പ്രസിദ്ധനായത്. കൊച്ചി രാജാവിന്റെ സഹായമുള്ള പറങ്കികളുടെ ശല്യം സഹിക്കവയ്യാതെ കോഴിക്കോട്ടെത്തി മുഹമ്മദ് മരക്കാർ സാമൂതിരിയെ മുഖം കാണിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധസന്നദ്ധത അറിയിച്ചു. കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്രം അവിടെ തുടങ്ങുകയാണ്. സന്തുഷ്ടനായ സാമൂതിരി മുഹമ്മദ് മരക്കാറെ കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകി തന്റെ പടനായകനാക്കി. അങ്ങനെ മരക്കാർ കുടുംബം കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലേക്ക് താമസം മാറ്റുകയാണ്. ആദ്യമായി അവർ അവിടെ പൊന്നാനിയിൽ ഒരു കോട്ട നിർമ്മിച്ചു. അങ്ങനെ ഒളിപ്പോരിൽ പരിശീലനം നേടിയ മുഹമ്മദ് മരക്കാർ തന്റെ കൂട്ടാളികൾക്ക് ഗറില്ല യുദ്ധതന്ത്രങ്ങൾ പരിശീലിപ്പിച്ചു. ആയുധങ്ങൾ സംഭരിച്ചു. ചെറുവള്ളങ്ങൾ സംഘടിപ്പിച്ച് യുദ്ധസജ്ജരാക്കി. അതിൽ ആത്മീയ ഗുരുവായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആശീർവാദവും ഉണ്ടായിരുന്നു. ഓർ പറവകൾ എന്നാണ് അവരുടെ കൊച്ചു വള്ളങ്ങളുടെ പേര്. ചാട്ടുളി പോലെ പായുന്ന കൊച്ചു വള്ളങ്ങൾ. ഈ പറവകൾ എത്തിയിരുന്നത് ഇന്നത്തെ പറവൂരിൽ നിന്നും ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പറവകളുടെ ജന്മദേശമാണ് പറവൂർ. നൂറുകണക്കിന് പറവകൾ പോർച്ചുഗീസ് കപ്പലുകളെ ആക്രമിച്ച് നാശനഷ്ടം വരുത്തി ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് ഓടിമാറുക എന്നതായിരുന്നു കുഞ്ഞാലിയുടെ യുദ്ധതന്ത്രം. കുഞ്ഞാലിയുടെ യുദ്ധതന്ത്രത്താൽ പരാജയപ്പെട്ട പറങ്കികൾ കൊച്ചിയിലേക്ക് പിൻവാങ്ങി. AD 1506 കണ്ണൂർ യുദ്ധം, AD 1508 ചൗൾ യുദ്ധം, AD 1509 ഡ്യൂ യുദ്ധം എന്നീ യുദ്ധങ്ങളിൽ പോർച്ചുഗീസുകാർക്കെതിരെ അസൂയവഹമായ നേട്ടമാണ് കുഞ്ഞാലി ഒന്നാമൻ കൈവരിച്ചത്. 1510 പോർച്ചുഗീസുകാർ കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള പള്ളിക്ക് തീവച്ചു. അനേകായിരം മുസ്ലിങ്ങളെ കൂട്ടക്കൊലക്ക് ഇരയാക്കി. സാമൂതിരിയുടെ വിക്രമപുരം പാലസ് അവർ നശിപ്പിച്ചു.
അതിന് പ്രതികാരമായി 500 പോർട്ടുഗീസ് പട്ടാളക്കാരെ കുഞ്ഞാലിയുടെ സേന കാലപുരിക്കയച്ചു. പൊന്നാനിയിലെ 50 കപ്പലുകൾ പോർട്ടുഗീസുകാർ നശിപ്പിക്കുകയും 70 മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തു. സാമൂതിരിയെ അവർ വിഷം കൊടുത്തു കൊന്നു. 1522 വരെ വിവിധ യുദ്ധങ്ങൾ കുഞ്ഞാലിമരക്കാരുടെ സേനയും പോർട്ടുഗീസുകാരും തമ്മിൽ നടക്കുകയുണ്ടായി. 1523 കുരുമുളക് കയറ്റിയ വലിയ 8 കപ്പലുകൾ പോർട്ടുഗീസുകാരിൽ നിന്നും കുഞ്ഞാലിമരക്കാർ പിടിച്ചെടുത്തു. 1524 പൊന്നാനിയിൽ നിന്നും കുഞ്ഞാലിമരക്കാരും കൂട്ടരും കോഴിക്കോട് അളകപ്പുഴയുടെ തീരത്തേക്ക് മാറി താമസിച്ചു. പൊന്നാനിയിൽ പോർട്ടുഗീസുകാർ കൂട്ടക്കൊല നടത്തുകയും മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പാണ്ഡികശാലകൾ, കപ്പലുകൾ എന്നിവ നശിപ്പിക്കുകയും വ്യാപകമായ രീതിയിൽ കൃഷിക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തു. 1526 ഇതിനു പകരമായി കോഴിക്കോട്ടെ പറങ്കിക്കോട്ടയ്ക്ക് കുഞ്ഞാലിമരക്കാരും സംഘവും തീവച്ച് 2000 പടയാളികൾ വെന്തുമരിച്ചു. 1528 ആയപ്പോഴേക്കും കുഞ്ഞാലിമരക്കാർ സർവ്വസൈന്യാധിപനായി തീർന്നു. 200 പടക്കപ്പലുകളുടെ കപ്പൽ സമുച്ചയം തന്നെ കുഞ്ഞാലി നേതൃത്വം കൊടുക്കുന്ന നാവികപ്പടയ്ക്കുണ്ടായി. അറബിക്കടൽ, ചെങ്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ മേഖലകളിൽ വ്യാപകമായ അധീനത്വം കൈവന്നു ചേർന്നു. സിലോൺ മുതൽ ഗുജറാത്ത് വരെയുള്ള വിശാലമായ കടലോരത്ത് പ്രാമുഖ്യം നേടുന്നതിന് കുഞ്ഞാലിക്ക് കഴിഞ്ഞു. 1532 ചാലിയങ്കോട്ട പിടിച്ചെടുത്തു. 1937 നാഗപട്ടണം പോർട്ടുഗീസ് കോട്ടയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തി. 1538-39 കാലയളവിൽ സിലോണിലെ മിഥുലയിൽ വെച്ച് കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ കൊല്ലപ്പെട്ടു. അങ്ങനെ സഹ നാവിക സേനാപതിയായ കുഞ്ഞാലിമരക്കാരുടെ മകൻ കുട്ടിപ്പോക്കർ അലി കുഞ്ഞാലി രണ്ടാമനായി സ്ഥാനാരോഹണം ചെയ്തു. കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ പറങ്കികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി സിലോണിലേക്ക് പോയി. എങ്കിലും മോശം കാലാവസ്ഥ കാരണം തിരിച്ചു പോന്നു. സാമൂതിരി 1540 പോർട്ടുഗീസുകാരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു. എന്നാൽ ഉടമ്പടി വ്യവസ്ഥകൾ പോർട്ടുഗീസുകാർ ലംഘിച്ചു. അങ്ങനെ വീണ്ടും യുദ്ധം തുടങ്ങി. 1560 ഫഡ്കൽ യുദ്ധം, 67 ചാലിയം യുദ്ധം, 68 മങ്കറൌത്ത് യുദ്ധം, കായൽപട്ടണ യുദ്ധം എന്നിവയെല്ലാം കുഞ്ഞാലിമരക്കാർ രണ്ടാമന്റെ കാലത്ത് അരങ്ങേറിയതാണ്. അവയിലെല്ലാം കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ പോർച്ചുഗീസുകാർക്കെതിരെ വിജയിക്കുകയും ചെയ്തു. 1569 പോർട്ടുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ വെച്ച് യുദ്ധം ചെയ്ത് കുഞ്ഞാലി രണ്ടാമൻ രക്തസാക്ഷിയായി. തുടർന്ന് കുഞ്ഞാലി മൂന്നാമനായി സ്ഥാനാരോഹണം നടത്തിയ പട്ടുമരക്കാർ അത്യന്തം കീർത്തി സമ്പാദിച്ചു. 1572 ചാലിയം യുദ്ധം ലോകശ്രദ്ധ പിടിച്ചുപറ്റി. കുഞ്ഞാലി മൂന്നാമന്റെ നേതൃത്വത്തിൽ പോർട്ടുഗീസുകാരുടെ ചാലിയങ്കോട്ട തകർത്ത് തരിപ്പണമാക്കി. വീരശൂര പരാക്രമിയായിരുന്നു കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. സഞ്ചാരികളിലൂടെ ലോകമൊട്ടുക്കും പട്ടുമരക്കാർ എന്ന കുഞ്ഞാലി മൂന്നാമന്റെ പ്രശസ്തി പടർന്നു. ചീന മുതൽ പേർഷ്യ വരെ, തുർക്കി മുതൽ യൂറോപ്പ് വരെ, അങ്ങനെ കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. യുദ്ധവിജയത്തിന്റെ പാരിതോഷികമായി സാമൂതിരി രാജാവ് വടകര ഇരിങ്ങലിൽ കുറ്റാടിപ്പുഴ തീരത്ത് കോട്ട പണിയുന്നതിന് കുഞ്ഞാലിക്ക് അനുവാദം നൽകി. വളരെയധികം അധികാരങ്ങളും പ്രഭു പട്ടവും അദ്ദേഹത്തിനു സമ്മാനിച്ചു. അങ്ങനെ ഇരിങ്ങലിന് അടുത്തുള്ള പുതുപ്പണത്ത് 2 വർഷം കൊണ്ട് മനോഹരമായ ഒരു കോട്ട നഗരം പണികഴിപ്പിച്ചു കുഞ്ഞാലി മൂന്നാമൻ. പുതുപ്പട്ടണം എന്ന് ആ സ്ഥലത്തിന് പേര് നൽകി. ഓട്ടോമൻ, മിസർ, പേർഷ്യൻ, മുഗൾ ശില്പികൾ ഈ കോട്ട നിർമ്മാണത്തിൽ പങ്കെടുത്തു. പുതുപ്പട്ടണത്തെ മരക്കാർ കോട്ട, പൊന്നാനി, കോഴിക്കോട്, താനൂർ, പന്തലായിനി നാവിക കേന്ദ്രങ്ങൾ, ആധുനീകരിച്ച പടക്കോപ്പുകൾ, യൂറോപ്യൻ മോഡൽ പടക്കപ്പലുകൾ, ലോക നിലവാരമുള്ള ആയുധങ്ങൾ, ജർമ്മനിയിൽ നിന്നുള്ള ഭീമാകാരമായ തോക്കുകൾ, പീരങ്കികൾ എന്നിവയെല്ലാം കുഞ്ഞാലി മൂന്നാമൻ സ്വന്തമാക്കി. ഇതിൽ പേടിപൂണ്ട പോർച്ചുഗീസുകാർ മരക്കാർ കോട്ട നശിപ്പിക്കാൻ ശ്രമിച്ചു. 1575 നീലേശ്വരം, പരപ്പനങ്ങാടി, കാപ്പാട് എന്നീ സ്ഥലങ്ങൾ അഗ്നിക്കിരയാക്കി. അനേകം കപ്പലുകൾ പിടിച്ചെടുത്തു. കണ്ണൂർ, കക്കാട്, കോഴിക്കോട്, പൊന്നാനി, കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ അതിഭീകരമായ യുദ്ധങ്ങൾ നടന്നു കുഞ്ഞാലി മൂന്നാമന്റെ സൈന്യവും പോർച്ചുഗീസുകാരും തമ്മിൽ. പക്ഷേ എല്ലാ യുദ്ധത്തിലും വിജയം മരക്കാർ സൈന്യത്തിന് മാത്രമായിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർക്ക്
മലയാളക്കരയിൽ കച്ചവടം നടത്താൻ പറ്റാതെയായി. 1578 പോർച്ചുഗീസ് മേധാവി കൊടുങ്ങല്ലൂർ സന്ദർശിച്ച് സാമൂതിരിയുമായി ചർച്ച നടത്തി. കോട്ട പണിയുന്നതിന് പൊന്നാനിയിലും കോഴിക്കോടും അനുമതി വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ സാമൂതിരി അത് അംഗീകരിക്കാതെ ചർച്ച അലസിപ്പിരിഞ്ഞു. തുടർന്ന് അനേകം യുദ്ധങ്ങൾ പോർച്ചുഗീസുകാരും സാമൂതിരി രാജ്യവും തമ്മിൽ നടക്കുകയുണ്ടായി. ഇതിലെല്ലാം സാമൂതിരിയുടെ പടത്തലവനായ കുഞ്ഞാലി പോർച്ചുഗീസുകാർക്ക് വമ്പിച്ച നാശനഷ്ടങ്ങൾ വരുത്തുകയാണ് ചെയ്തത്. 1584 പുതിയ സാമൂതിരി അധികാരമേറ്റു. പൊന്നാനിയിൽ കോട്ടയ്ക്ക് അനുമതി കൊടുത്തു. അങ്ങനെ പോർച്ചുഗീസുകാർ പൊന്നാനിയിൽ കോട്ട നിർമ്മിച്ചു. കുഞ്ഞാലി മരക്കാരന്റെ അഭിപ്രായം പരിഗണിക്കാതെയാണ് സാമൂതിരി ഇപ്രകാരമൊരു തീരുമാനം എടുത്തത്. മലബാറിൽ അരി ഇറക്കുമതി ചെയ്തിരുന്നത് തുളുനാട് പാതയിലൂടെ ആയിരുന്നു. ആ പാത പോർച്ചുഗീസുകാർ ഉപരോധിച്ചു. അരിക്കപ്പലുകൾ പിടിച്ചെടുത്തു. അങ്ങനെ മലബാറിൽ ഭക്ഷ്യക്ഷാമത്തിന് അവർ വഴിവെച്ചു. 1588 പൊന്നാനിക്കോട്ട കേന്ദ്രമാക്കി പറങ്കികൾ കോഴിക്കോട് ആക്രമിച്ചു. 700 സൈനികർ സഹിതം പോർച്ചുഗീസ് കപ്പൽ കുഞ്ഞാലി പിടിച്ചെടുത്തു. സൈനികരെ തടവിലാക്കി. 1589 ചൈനയിൽ നിന്നും പോർട്ടുഗലിലേക്ക് പോയ വലിയ കപ്പൽ കുഞ്ഞാലി മരക്കാർ സൈന്യം പിടിച്ചെടുത്തു. കുഞ്ഞാലിയെയും സാമൂതിരിയെയും 2 തട്ടിൽ ആക്കിയെങ്കിൽ മാത്രമേ കുഞ്ഞാലി മരക്കാരിൽ നിന്നും നമുക്ക് രക്ഷയുള്ളൂ എന്ന് പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. അങ്ങനെ പോർച്ചുഗീസുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കുഞ്ഞാലി തങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നും കുഞ്ഞാലി പിടിച്ചെടുത്ത് തടവറയിൽ പാർപ്പിച്ച പട്ടാളക്കാരെ വിട്ടു നൽകണം എന്നുമായിരുന്നു ആവശ്യം. അങ്ങനെ ഉടമ്പടി ഒപ്പുവെച്ചു. രാജാവിന്റെ ഉത്തരവ് ഉണ്ടായി. കുഞ്ഞാലിയുടെ ആയുധ സംഭരണം കരാർ വിരുദ്ധമാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ പടനായകൻ സ്ഥാനത്ത് നിന്നും ഭ്രഷ്ടനാക്കണമെന്നും പോർച്ചുഗീസുകാർ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ സാമൂതിരി അത് തള്ളിക്കളഞ്ഞു. ഇതിൽ കുപിതരായ പോർച്ചുഗീസുകാർ സാമൂതിരി കപ്പലുകൾ ആക്രമിച്ച് 2000 ഭടന്മാരെ കൊന്നൊടുക്കി. തന്മൂലം സാമൂതിരി കരാറിൽ നിന്നും പിൻവാങ്ങി. തുടർന്ന് കുഞ്ഞാലിയുടെ മരക്കാർ പട ജാവയിൽ നിന്നും വന്ന പോർച്ചുഗീസ് കപ്പൽ പിടിച്ച് 14 പോർച്ചുഗീസ് സൈനികരെ കൊലപ്പെടുത്തി. ചരക്ക് മുഴുവൻ പിടിച്ചെടുത്തു. 1594 ഗോവയിൽ മരക്കാർ പോർച്ചുഗീസ് സൈന്യത്തെ നേരിട്ട് മുഴുവൻ പേരെയും കൊന്നൊടുക്കി. 60 കപ്പലുകളിലായി പോർച്ചുഗീസ് പട കോഴിക്കോട് എത്തി. പന്തലായനിയിൽ വെച്ച് പോർച്ചുഗീസ് സൈന്യവുമായി മരക്കാർ സൈന്യം ഉഗ്രയുദ്ധം നടത്തി. ആയിരക്കണക്കിന് സൈനികരെ കുഞ്ഞാലി കൊന്നൊടുക്കുകയും പോർച്ചുഗീസ് കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. പന്തലായനിയിലെ വിജയം അതിഗംഭീരമായിരുന്നു. കുഞ്ഞാലി മൂന്നാമന് ഒരു വരവേൽപ്പ് നൽകുന്നതിന് സാമൂതിരി തീരുമാനിച്ചു. വരവേൽപ്പ് നൽകുന്നതിനിടെ സ്വീകരണത്തട്ട് തകർന്ന് തുടയെല്ല് പൊട്ടി കുഞ്ഞാലി മൂന്നാമൻ രോഗബാധിതനായി. 1595 അറബിക്കടലിന്റെ സിംഹം എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന പട്ടുമരക്കാർ കുഞ്ഞാലി മൂന്നാമൻ മരണത്തിന് കീഴടങ്ങി. അറബിക്കടലിന്റെ സിംഹം പട്ടുമരക്കാർ എന്ന കുഞ്ഞാലി മൂന്നാമന്റെ ജീവിതകഥ മനസ്സിലാക്കി ഞങ്ങൾ കുഞ്ഞാലി മരക്കാർ ജുമാ മസ്ജിദിൽ നിന്നും യാത്ര തുടങ്ങി 800 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞാലി മരക്കാർ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്നു. മ്യൂസിയത്തിന്റെ ഇരുമ്പ് കൊണ്ടുള്ള ഗേറ്റ് അകലെ നിന്ന് തന്നെ ദൃഷ്ടിയിൽപ്പെട്ടു. കറുത്ത ഗേറ്റിൽ വെളുത്ത നിറത്തിൽ വാളുകളും പരിചയും നിർമ്മിച്ചുവെച്ച ഗേറ്റ് മരക്കാർ കോട്ടയെ ഓർമ്മിപ്പിക്കുന്നു. മരക്കാർ കോട്ട സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം തന്നെയാണിത്. വിശാലമായ കോട്ടമതിലുകളും അനേകം കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കി അവശേഷിച്ച ഒരു കെട്ടിടത്തിന്റെ കുറച്ചു ഭാഗമാണ് നേരെ കാണുന്നത്. കുഞ്ഞാലിയുടെ വലിയ വീടിന്റെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം. അവിടെയാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ നേവി കുഞ്ഞാലിക്ക് വേണ്ടി ഇവിടെ ഒരു സ്മാരകം നിർമ്മിച്ചിരിക്കുന്നു. വിദേശികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ആട്ടിപ്പായിക്കുന്നതിന് നിസ്തുലമായ പങ്കുവഹിച്ച ധൈര്യശാലിയായ കുഞ്ഞാലിയുടെ ഓർമ്മകൾ ഇവിടെ തളം കെട്ടി നിൽക്കുന്നു. ഞങ്ങൾ വീടിനടുത്തേക്ക് നടന്നു. വരാന്തയിൽ 2 പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുന്നു. കരിങ്കല്ലിൽ തീർത്ത വലിയ പാത്തികൾ ഇവിടെ കാണാം. അതിന്റെ ഉപയോഗം മനസ്സിലാക്കി തരാൻ ആരെയും കണ്ടില്ല. ഞങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്ന് മ്യൂസിയ കാഴ്ചകൾ ഓരോന്നായി കണ്ടു മനസ്സിലാക്കി. പീരങ്കി ഉണ്ടകൾ നിരനിരയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകളും പരിചകളും മറ്റൊരു പ്രദർശനമാണ്. 15-ാം നൂറ്റാണ്ടിലെ മൺപാത്രങ്ങളും ഭരണികളും നാണയങ്ങളും പ്രദർശനത്തിൽ കാണാം.
കുഞ്ഞാലിമരക്കാന്മാരുടെ ജീവിത ചരിത്രങ്ങൾ എഴുതിവച്ചിരിക്കുന്ന ബോർഡുകൾ. മ്യൂസിയം കണ്ട് നടക്കുമ്പോൾ കുഞ്ഞാലി നാലാമന്റെ വീരസാഹസിക ചരിത്രം പതുക്കെ എന്റെ മനസ്സിലേക്ക് ചുരുൾ നിവർത്തി. അമ്മാവനും മൂന്നാം കുഞ്ഞാലിയായ പട്ടുമരക്കാരോടൊപ്പം നിരവധി യുദ്ധങ്ങളിൽ മുൻനിരയിൽ നിന്ന് പടനയിച്ച യോദ്ധാവുമായ മുഹമ്മദ് അലി മരക്കാരാണ് കുഞ്ഞാലി നാലാമൻ. ശയ്യാവലംബിയായ അമ്മാവനിൽ നിന്നും ഉടവാൾ ഏറ്റുവാങ്ങിയാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ സ്ഥാനാരോഹണം നടത്തിയത്. രാജാവിനെ പട്ടുമുളയും കൈമാറി. രാജാവ് അധികാര ചിഹ്നമായ തലപ്പാവ് കുഞ്ഞാലി നാലാമനെ അണിയിച്ചു. ഭരണമേറ്റെടുത്ത ശേഷം കുഞ്ഞാലി മരക്കാർ നാലാമന്റെ ആദ്യ ലക്ഷ്യം കോട്ടയ്ക്ക് അതീവ സുരക്ഷ ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി വലിയ കിടങ്ങുകൾ അദ്ദേഹം സ്ഥാപിച്ചു. മതിൽ ബലപ്പെടുത്തി. തോട് കീറി പുഴയുമായി ബന്ധിപ്പിച്ചു. ഗോപുരങ്ങൾ പണിത് പീരങ്കികൾ സ്ഥാപിച്ചു. നദികളിൽ വേലികൾ പണിതു. അഴിമുഖത്ത് പീരങ്കി സ്ഥാപിച്ച കൊത്തളങ്ങൾ നിർമ്മിക്കപ്പെട്ടു. അതിഗംഭീരമായ പോരാട്ട വീര്യമാണ് കുഞ്ഞാലി നാലാമൻ പോർട്ടീസുകാർക്കെതിരെ പുറത്തെടുത്തത്. അത് പറങ്കികളെ തളർത്തി. പ്രത്യാക്രമണത്തിന് ആയിരുന്നു കുഞ്ഞാലി നാലാമൻ മുൻഗണന നൽകിയത്. ഉല്ലാൾ രാജ്ഞിയുടെ ആവശ്യപ്രകാരം പറങ്കിക്കപ്പലുകളെ കുഞ്ഞാലി നാലാമൻ നിലം പരിശാക്കി. ചൈന കടലിലും മലാക്ക കടലിലും പോർട്ടീസുകാരെ പരാജയപ്പെടുത്തി. കപ്പലുകൾ പിടിച്ചെടുത്തു. കനത്ത നാശനഷ്ടം വരുത്തി. ഏഷ്യയിലും യൂറോപ്പിലും വീരപോരാളിയായി കുഞ്ഞാലി നാലാമൻ അറിയപ്പെട്ടു. അങ്ങനെ പറങ്കികൾ ഗോവയിൽ മാത്രമായി ഒതുക്കപ്പെട്ടു. കുഞ്ഞാലിയെ വകവരുത്താൻ പോർട്ടീസുകാർ ഗൂഢതന്ത്രം മെനഞ്ഞു. 1596 കുഞ്ഞാലി പിടിച്ച പോർട്ടുഗീസ് തടവുകാരെ മരക്കാർ കോട്ടയിൽ നിന്നും കോവിലകം കോട്ടയിലേക്ക് മാറ്റി സാമൂതിരി ഉത്തരവിട്ടു. കുഞ്ഞാലിയുമായി യുദ്ധ തീരുമാനങ്ങൾ ചർച്ച ചെയ്യാതെ സ്വയം നിലപാട് എടുത്ത സാമൂതിരി രാജാവിന്റെ നടപടിയിൽ കുഞ്ഞാലി നാലാമൻ അസ്വസ്ഥനായി. കുഞ്ഞാലിയെയും സാമൂതിരിയെയും രണ്ട് ധ്രുവങ്ങളിൽ അകറ്റി നിർത്തിയെങ്കിൽ മാത്രമേ കുഞ്ഞാലിയെ ഒതുക്കാൻ സാധിക്കൂ എന്ന് പോർട്ടുഗീസുകാർ തീരുമാനിച്ചു. കരയിലിറങ്ങി കൊലയും ബലാത്സംഗവും നടത്തിയ പോർട്ടുഗീസുകാരെ മരക്കാർ പടയിലെ ഗറില്ലകൾ പിടികൂടി വധിച്ചു വന്നു. പോർട്ടുഗീസ് കപ്പലുകളെ പന്തലായനിയിൽ വെച്ച് കുഞ്ഞാലി നശിപ്പിച്ചു. കരാർ ലംഘിച്ചുള്ള പ്രവർത്തനം സാമൂതിരിയെ പ്രകോപിതനാക്കി. കുഞ്ഞാലി ആനപ്പുറത്ത് രാജാവിനെ പോലെ എഴുന്നള്ളുന്നു എന്നും കപ്പൽപ്പട നായകൻ സ്വന്തമായി രാജ്യമുണ്ടാക്കുമെന്നും പോർട്ടീസുകാർ സാമൂതിരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തടവിലാക്കിയ പോർട്ടീസുകാരെ മോചിപ്പിക്കണമെന്നുള്ള സാമൂതിരിയുടെ ഉത്തരവ് പക്ഷേ കുഞ്ഞാലി അനുസരിച്ചില്ല. ഇതിൽ ദുഃഖിതനായ സാമൂതിരി കുഞ്ഞാലിക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കണമെന്ന് പോർട്ടീസുകാർ സാമൂതിരിയെ നിർബന്ധിച്ചു. എന്നാൽ കുഞ്ഞാലിയുടെ ജനപ്രീതി ഓർത്ത് സാമൂതിരി ആക്രമണത്തിന് വിസമ്മതിച്ചു. സാമൂതിരിയെ ഉപയോഗിച്ച് കുഞ്ഞാലിയെ കുരുക്കാമെന്നുള്ള പോർട്ടുഗീസ് കുതന്ത്രം അങ്ങനെ വിലപ്പോയില്ല. രാജശാസന ധിക്കരിക്കേണ്ടി വന്നതിലെ ഖേദം പ്രകടിപ്പിച്ച് കുഞ്ഞാലി കത്തെഴുതി ദൂതർവശം സാമൂതിരിക്ക് കൊടുത്തയച്ചു. പക്ഷേ സാമൂതിരി രാജാവ് അതിനെ ചെവി കൊടുത്തില്ല. പടയാളികൾ പോകും വഴി കോട്ടകൊത്തളങ്ങളിൽ അതിക്രമിച്ചു കയറി ആനയുടെ വാൽ അരിഞ്ഞു എന്ന് വാർത്ത പരന്നു. തന്നെയും രാജാവിനെയും അകറ്റാൻ അടിയോടി നായറാണ് പോർച്ചുഗീസുകാർക്ക് ഒറ്റുകാരനായി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കുഞ്ഞാലി അരയോൾ കോവിലകം കയ്യേറി നായരുടെ കഴുത്തിൽ വാൾവെച്ച് ഭീഷണിപ്പെടുത്തി. കുഞ്ഞാലി തന്നെ ആക്രമിച്ചെന്നും ഭാര്യയെ കടന്നുപിടിച്ച് മുറിവേൽപ്പിച്ചു എന്നും ആനയുടെ വാൽ അറുത്തു എന്നും ഉല്ലാൽ രാജ്ഞിയുമായി കൂടിച്ചേർന്ന് പുതിയ രാജ്യം ഉണ്ടാക്കുന്നു എന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്തി. കുഞ്ഞാലിയുടെ അഹങ്കാരം എന്തു വില കൊടുത്തും അവസാനിപ്പിക്കണമെന്ന് സാമൂതിരി തീരുമാനമെടുത്തു. കുഞ്ഞാലിക്കെതിരെ ഒന്നിച്ചു പോരാടാൻ പോർട്ടുഗീസുകാരോടൊപ്പം സാമൂതിരി അങ്ങനെ തയ്യാറായി. 50,000 വരുന്ന നായർ പടയെ സാമൂതിരി സജ്ജമാക്കി. അങ്ങനെ പോർട്ടുഗീസ് സൈന്യം കടലിലൂടെയും സാമൂതിരിയുടെ സൈന്യം കരയിലൂടെയും മരക്കാർ കോട്ടയെ വളഞ്ഞു. അനേക ദിവസം നീണ്ടുനിന്നതോടെ കോട്ടയിലുണ്ടായിരുന്ന കുഞ്ഞാലിക്കും സംഘത്തിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണം ലഭിക്കാതെ വിഷമാവസ്ഥയിലായി. തുടർന്ന് കുഞ്ഞാലി സാമൂതിരി രാജാവുമായി സന്ധി സംഭാഷണത്തിന് തയ്യാറായി. ഒരു കാരണവശാലും പോർട്ടുഗീസുകാർക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്ന് കുഞ്ഞാലി തീരുമാനിച്ചു. അങ്ങനെ കോട്ടയിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാമഗ്രികൾ മുഴുവൻ കുഞ്ഞാലി ഒരു ദിവസം പുറത്തേക്ക് കടത്തി. അമിതമായ ആത്മവിശ്വാസത്താൽ ഭൂരിപക്ഷം സൈനികർക്കും അവധി നൽകി പറഞ്ഞയച്ചു.
അങ്ങനെ പ്രധാനികളടക്കം 800 സൈനികരും അവരുടെ കുടുംബങ്ങളും മാത്രം പുതുപ്പട്ടണത്ത് ശേഷിച്ചു. ആക്രമണത്തിലൂടെ കുഞ്ഞാലിയെ കീഴടക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ കീഴടങ്ങാനുള്ള അവസരം സൃഷ്ടിച്ച് പിടികൂടി കൊന്നുകളയുകയാണ് വേണ്ടത് എന്ന് സാമൂതിരിയുമായി ഉഭയകക്ഷി കരാറിലേർപ്പെട്ടു. യുദ്ധസാമഗ്രികൾ ഭൂരിഭാഗവും തീർന്ന, ഭക്ഷണവിഭവങ്ങൾ പാടെ തീർന്ന് പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 800-നടുത്ത് മാത്രം പടയാളികളുള്ള തനിക്ക് കരയിൽ നിന്നും കടലിൽ നിന്നും ഒരുപോലെ ആക്രമണമുണ്ടായാൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് യുദ്ധതന്ത്രജ്ഞനായ കുഞ്ഞാലി മനസ്സിലാക്കി. മാമാങ്കം കഴിഞ്ഞ് 6000 പടയാളികളുമായി സാമൂതിരി എഴുന്നള്ളി. മൊത്തം 60,000 കോഴിക്കോട് നായന്മാർ. പുറക്കാട് രാജാവ് നൽകിയ 2000 നായർ ചാവേറുകൾ, സാമൂതിരിയുടെ 90 മച്ചുവകൾ, അതിലെ ജോലിക്കാർ, 1000-ലധികം വരുന്ന കൊച്ചിയുടെ നായർപട, 2000-ലേറെ വരുന്ന പോർട്ടുഗീസ് ഭടന്മാർ, 100-നടുത്ത് നൗകകൾ ഉൾപ്പെടുന്ന പോർട്ടുഗീസ് കപ്പൽപ്പട വ്യൂഹം. അങ്ങനെ സംയുക്ത സേനയുടെ വ്യാപ്തി വളരെ വലുതായിരുന്നു. സാമൂതിരി തന്നെ പോർട്ടുഗീസുകാർക്ക് കൈമാറി ചതിക്കുന്നതായി സ്വപ്ന ദർശനം ലഭിച്ചതിനാൽ അന്തിമ യുദ്ധത്തിനൊരുങ്ങാൻ കുഞ്ഞാലി സൈന്യത്തോട് ആവശ്യപ്പെട്ടു. രാജാവിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് കൊമ്പുവിളിയും ചെണ്ടവാദ്യവും ഉയർന്നു. കോട്ടവാതിലിന് മുന്നിലായി സാമൂതിരിയും വാതിലിന്റെ വശങ്ങളിൽ ഇരു സൈന്യങ്ങളും നിലയുറപ്പിച്ചു. ദക്ഷിണഭാഗത്തുള്ള കോട്ടവാതിൽ തുറന്ന് രോഗികളും പരിക്കേറ്റ പടയാളികളും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബാംഗങ്ങളും ആദ്യം പുറത്തു വന്നു. എല്ലും തോലുമായ ആ പട്ടിണിക്കോലങ്ങളോട് പൊയ്ക്കൊള്ളുവാൻ രാജാവ് അനുമതി നൽകി. വാൾ കീഴ്പോട്ട് പിടിച്ചുകൊണ്ട് മുഹമ്മദ് അലി മരക്കാർ, കുഞ്ഞാലി നാലാമൻ കോട്ടക്കവാടം പിന്നിട്ട് കടന്നുവന്ന് അദ്ദേഹത്തോടൊപ്പം ഇരുവശത്തുമായി സർവ്വ സൈന്യാധിപന്മാരായ മരുമകൻ കുട്ടിയാലി, വലങ്കയ്യായ ചിന്നാലി, പിറകിലായി സൈനിക പ്രമുഖരും ശേഷിച്ച പടയാളികളും നിരായുധരായി പുറത്തിറങ്ങി. നിർഭയത്തോടെ കടന്നുവന്ന കുഞ്ഞാലി ഉടവാൾ രാജാവിനു മുന്നിൽ സമർപ്പിച്ചു. നിരായുധനും ക്ഷീണിതനുമായ കുഞ്ഞാലിയെ തോക്കേന്തിയ പോർച്ചുഗീസ് സൈനികർ വളഞ്ഞ് ആമപ്പൂട്ടിട്ട് തല സഞ്ചി കൊണ്ട് മൂടി നിമിഷനേരം കൊണ്ട് കപ്പലിലേക്ക് കടത്തി. ചിന്നാലി, കുട്ടിയാലി മരക്കാർ എന്നിങ്ങനെ 40-ലധികം പ്രധാനികളെ സാമൂതിരി പോർട്ടുഗീസ് സൈന്യാധിപന് കൈമാറി. പോർട്ടുഗീസുകാരുടെ കയ്യിലകപ്പെടുമ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ പടനായകൻ കുഞ്ഞാലി തന്റെ രാജാവിനെ അവസാനമായി ഒന്ന് നോക്കി. കുഞ്ഞാലിയെയും കൊണ്ട് പോർട്ടുഗീസുകാർ പോയതിനു ശേഷം പോർട്ടുഗീസ് അഡ്മിറലും സാമൂതിരിയും കൂടി ഒന്നിച്ച് കോട്ടക്കുള്ളിലേക്ക് കടന്നു. കോട്ടയിലുള്ള മുതലുകൾ കൊള്ള ചെയ്യാനായി നായർ സൈനികരും പോർട്ടുഗീസ് സൈനികരും മത്സരിച്ചു. അമൂല്യ വസ്തുക്കൾ കിട്ടാതായതോടെ കുഞ്ഞാലിയെല്ലാം കുഴിച്ചിട്ടിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇരുവരും കുഴിയടക്കാൻ തുടങ്ങി. യുദ്ധമുതലിനെ ചൊല്ലി നായന്മാരും പറങ്കികളും കലഹിച്ചു. അതോടെ പോർച്ചുഗീസ് സൈന്യം പടത്തലവൻ ഉൾപ്പെടെയുള്ള നായർ ഭടന്മാരെ വെടിവെച്ച് കൊന്നുതള്ളി. പട്ടണവും വീടുകളും പറങ്കികൾ അഗ്നിക്കിരയാക്കി. പള്ളിക്ക് കൊളുത്തിയ തീ നായർ സൈനികർ അണച്ചു. ഗോവയിലേക്ക് യാത്ര തിരിക്കും മുമ്പ് കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത വിധത്തിൽ കോട്ടയും പട്ടണവും ഇടിച്ചു നിരത്തി. കുഞ്ഞാലിയെയും മരുമകനെയും 40 പോരാളികളെയും ഭൂമിയിലെ നരകം എന്ന പേരിൽ പ്രസിദ്ധമായ ഗോവയിലെ ജോൺ ട്രോൺകോ തടവറയിൽ ബന്ധിതരാക്കി. നടപടികൾ പൂർത്തിയാക്കി രാജ്യദ്രോഹ കുറ്റം ചുമത്തി മുഹമ്മദ് അലി മരക്കാറിനെയും സംഘത്തെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു കുഞ്ഞാലിക്ക് തടവറയിൽ നേരിടേണ്ടി വന്നത്. പീഡനങ്ങളെ അസാമാന്യ മനസംയമനത്തോടെ നേരിട്ട മരക്കാറിനെ മാനസികമായി പീഡിപ്പിക്കാനും പറങ്കികൾ ആവോളം ശ്രമിച്ചു. കുഞ്ഞാലി നാലാമൻ കാട്ടിയ മാനസിക ദൃഢത കഠോരഹൃദയരായ ശത്രുക്കളുടെ ആദരം പോലും നേടും വിധമായിരുന്നു. അങ്ങനെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം പ്രത്യേകം സജ്ജമാക്കിയ കവാടത്തിലൂടെ ചങ്ങലകളിൽ ബന്ധിതനായി കുഞ്ഞാലി ആനയിക്കപ്പെട്ടു. പിന്നിൽ സമാനമായി ചിന്നാലി അടക്കമുള്ള മരക്കാർ പടയാളികളും. കുഞ്ഞാലിയെ കണ്ടതും കൊലപാതക ഹരം പൂണ്ട ഗോവൻ ജനക്കൂട്ടം അത്യുച്ചത്തിൽ ആർത്തു വിളിച്ചു. ശിരച്ഛേദനത്തിനായി തയ്യാറാക്കിയ കൊലമരത്തിനരികിലേക്ക് അക്ഷോഭിനായി നടന്നെടുത്ത മരക്കാർ ആരവങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്ന കാണികളെ കൗതുകമാർന്ന ചെറുപുഞ്ചിരിയാൽ വീക്ഷിച്ചു. കൊലമരത്തിനരികെ കുഞ്ഞാലി പ്രകടിപ്പിച്ച അസാമാന്യ ധീരതയും സ്വാഭിമാനവും ആഭിജാത്യവും യൂറോപ്യർ പോലും വാഴ്ത്തിപ്പാടി. ആരാച്ചാർ ബലിപീഠത്തിനരികിലേക്ക് മുഹമ്മദ് അലി മരക്കാറെ
ആനയിച്ചു. ചുറ്റും കണ്ണോടിച്ച ശേഷം അദ്ദേഹം കഴുത്തു താഴ്ത്തി വീഴാൻ നിൽക്കുന്ന മഴുവിന് താഴെ തന്റെ ശിരസ് സമർപ്പിച്ചുകൊണ്ട് കുഞ്ഞാലി സ്തോത്രങ്ങൾ ഉരുവിട്ട്. ഉയർന്നു വീണ മൂർച്ചയേറിയ കാരിരുമ്പ് കഴുത്ത് കണ്ടിച്ച് ശിരസും ദേഹവും രണ്ടാക്കി മാറ്റി. പിന്നാലെ കുഞ്ഞാലിയുടെ മരുമകനും ചിന്നാലിയും ഉൾപ്പെടെയുള്ള 40 വീര സൈനികരും തങ്ങളുടെ സേനാധിപന്റെ മാർഗത്തിൽ തലവേർപെട്ട് മൈതാനങ്ങളിൽ പിടഞ്ഞു വീണു. ചേതനയേറ്റ കുഞ്ഞാലി നാലാമന്റെ മൃതശരീരം കണ്ടിട്ടും പറങ്കികളുടെ രോഷം ശമിച്ചില്ല. ക്രോധം തീർക്കാൻ മൃതദേഹം അവർ നാലാക്കി അറുത്തുമാറ്റി. കൈകാലുകളും ചീന്തിയ ശരീരവും പഞ്ചിമിലും പാർഡീസിലും ശൂലത്തിന്മേൽ കോർത്തു തൂക്കി. തല ഉപ്പിലിട്ട് കണ്ണൂരിലേക്ക് അയച്ചു. കുന്തത്തിൽ നാട്ടി സെന്റ് ആഞ്ചലോ കോട്ട തീരത്ത് പ്രദർശിപ്പിച്ചു. മരക്കാർ പടയുടെ അഭാവത്തിന്റെ വില സാമൂതിരി രാജാവിന് ശരിക്കും മനസ്സിലായി. താൻ മൂലം കുഞ്ഞാലിക്ക് സംഭവിച്ച വിധിയോർത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. പോർച്ചുഗീസുകാരുടെ ചതി തിരിച്ചറിഞ്ഞ പുതിയ സാമൂതിരി മാപ്പിള യോദ്ധാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ആ സഹകരണം എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞിരുന്നു. വീരകേസരികളായ കുഞ്ഞാലി മരക്കാന്മാരുടെ ത്യാഗോജ്വലമായ ജീവിതം മലയാളികളുടെ സിരാപടലങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരധ്യായമായി എന്നെന്നും ജ്വലിച്ചു നിൽക്കുന്നു. അത്യന്തം ശോഭയോടെ